ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത വർക്ക്ഷീറ്റ് ചെയ്യാൻ പോവുകയാണ് ബയോളജിയുടെ. അപ്പോൾ നമുക്ക് സ്പീഡിന് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ, റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. നമുക്ക് ബോൺസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബോൺസ് ആണെന്ന് നോക്കാം. സ്റ്റേർണം, ഫോർലിംബ്, സ്കൾ, വെർട്ടിബ്രൽ കോളം. 4 ബോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്, കോമൺ ഫീച്ചേഴ്സ്, ബാക്കിയുള്ളതിൻ്റെ എല്ലാം കോമൺ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റേർണം എന്ന് പറയുന്നത്, സ്കള്, വെർട്ടിബ്രൽ കോളം ഇതെല്ലാം ആക്സിയൽ സ്കെലറ്റൻ്റെ ഭാഗമാണ്. ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സെൻറ്ററിലുള്ള സ്കെലറ്റൻസ് ആണ്. അപ്പോൾ ആ ഭാഗത്താണ് എന്ത് വരുന്നത്, സ്റ്റേർണം, സ്കൾ, വെർട്ടിബ്രൽ കോളം. എന്നാൽ ഫോർലിംബ് വരുന്നത് അപ്പൻഡിക്കുലർ സ്കെലറ്റനിലാണ്, സൈഡിലേക്കല്ലേ നമ്മുടെ ഈ ബോൺസ് വന്നേക്കുന്നത്. നമ്മുടെ കൈകളിലുള്ള എല്ലുകളാണെങ്കിലും കാലിലുള്ള എല്ലുകളാണെങ്കിലും വരുന്നത് എവിടെയാണ്, സൈഡിലാണ്. സൈഡിലുള്ള എല്ലുകൾ നമുക്ക് എന്തെന്ന് പറയാം, അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്ന് പറയാം. നമ്മുടെ ബോഡീൻ്റെ സെൻറ്ററിലുള്ള എല്ലുകൾ നമുക്ക് ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആൻസർ ഫോർലിംബാണ്. ഓൾ അതേഴ്സ് ആർ പാർട്ട് ഓഫ് ആക്സിയൽ സ്കെലറ്റൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ സൈഗോട്ടിൽ നിന്ന് സൈഗോട്ടിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഒരു 4 ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പോൾ 4 നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാനിതിൻ്റെ കറക്റ്റ് ആൻസറാണ് പറയാൻ പോകുന്നത്. ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. എന്താ ഫെർട്ടിലൈസേഷൻ? ഓവം സ്പേമുമായി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പേമും ഓവവും ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫ്യൂസ് അവർ തമ്മിൽ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഓവം എന്തായി, ഫെർട്ടിലൈസേഷൻ നടന്ന് എന്നിട്ട് എന്തുണ്ടായി, സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ടിന് അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഡി ആണ് കേട്ടോ. ഓവത്തിന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു. അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് സൈഗോട്ടായി മാറി. സൈഗോട്ട് പിന്നെ സൈഗോട്ട് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെല്ലാണ്. അതിൽ ഡിവൈഡ് ചെയ്ത് അത് ഇത്രയായി മാറി. ഒരു 16 to 32 ആകുമ്പോഴേക്കും അത് മോറുല എന്ന് പറയുന്ന സ്ട്രക്ചറായി. അത് പിന്നീട് ബ്ലാസ്റ്റോസിസ്റ്റായി മാറി. ബ്ലാസ്റ്റോസിസ്റ്റിനെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആണ്. നോക്കുക, ഓവം ഫ്യൂസ് ആയപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഓവം എന്തായി മാറി, സൈഗോട്ടായി മാറി. സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടന്ന് സെൽ ഡിവിഷൻ നടന്നത് മോറുലയായി. മോറുലയിൽ സെൽ ഡിവിഷൻ നടന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി. ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ പോയി പറ്റിപ്പിടിച്ചിരുന്നു. അതിനെ വിളിക്കുന്നത് ഇംപ്ലാന്റേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആണ്. ഇനി അടുത്തതാണ് അസേർഷൻ ആൻഡ് റീസൺ. ഇത് തന്നിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? ചിലപ്പോൾ അസേർഷൻ ശരിയായിരിക്കാം, റീസൺ തെറ്റായിരിക്കാം. അങ്ങനെ മാറി മറിച്ചൊക്കെ വരാം. അപ്പോൾ ഇതിൽ കറക്റ്റ് ചെയ്താന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിയാടാ, ഹെപ്റ്റോട്രോപ്പിസം ഹെൽപ്സ് ക്ലൈംബിംഗ് പ്ലാന്റ്സ് ലൈക്ക് പീസ് ആൻഡ് ടെൻഡ്രിൽസ് അറ്റാച്ച് ടു സപ്പോർട്ട്. ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു വടിയാവട്ടെ അല്ലെങ്കിൽ ഒരു കമ്പി ആവട്ടെ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വേലി ആവട്ടെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചെടികൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അതിൽ പിടിച്ച് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നു. ഇതിന് ഹെപ്റ്റോട്രോപ്പിസം ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് പല ട്രോപ്പിസം അറിയാം. ജിയോട്രോപ്പിസം അറിയാം, ഫോട്ടോട്രോപ്പിസം അറിയാം, കീമോട്രോപ്പിസം അറിയാം. ഇങ്ങനെ പല ട്രോപ്പിസം ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന അസേഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അത് ശരിയാണ്. ഇങ്ങനെ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ക്ലൈംബ് ചെയ്ത് എന്ത് ചെയ്യും, ആ ചെടി വളരും. ഇനി ഇതിൻ്റെ റീസൺ, ഹെപ്റ്റോട്രോപ്പിസം ഈസ് മൂവ്മെന്റ് ട്രിഗർഡ് ബൈ ലൈറ്റ് സ്റ്റിമുലസ്. ലൈറ്റ് ആണ് ഇതിൻ്റെ സ്റ്റിമുലസ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ലൈറ്റ് ആണ് സ്റ്റിമുലസ് എങ്കിൽ ലൈറ്റിൻ്റെ അങ്ങനാണോ ഇപ്പോൾ ചെടി വളർന്നേക്കണം? അല്ല, ഒരു ടച്ച്, ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ വളർന്നേക്കണം. അല്ലാതെ ലൈറ്റിൻ്റെ നേരെ അല്ലല്ലോ ഇത് വളർന്നേക്കണം. അപ്പം ഇത് തെറ്റാണ്. ലൈറ്റിന് നേരെ വളരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫോട്ടോട്രോപ്പിസം എന്നാണ്. ഇതിപ്പോൾ ഫോട്ടോട്രോപ്പിസം അല്ലല്ലോ, ഹെപ്റ്റോട്രോപ്പിസം അല്ലേ. ഹെപ്റ്റോട്രോപ്പിസം ആണെങ്കിൽ അതിൻ്റെ സ്റ്റിമുലൈ ടച്ച് ആയിരിക്കും. ഓക്കെ, ഹെപ്റ്റോട്രോപ്പിസത്തിൻ്റെ സ്റ്റിമുലൈ, അതിൻ്റെ റീസൺ ടച്ച് ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോട്രോപ്പിസം എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എ ട്രൂ ആണ്, ആർ ഫോൾസ് ആണ്. റീസൺ ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെലക്ട് ദ കറക്റ്റ് പെയർ. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കറക്റ്റ് പെയർ ഏതാണെന്നാണ് അറിയേണ്ടത്. നോക്കാം. ചില കാര്യങ്ങളിൽ യൂറിനിൽ ഈ കാര്യങ്ങൾ കൂടിയാൽ ഇന്ന അസുഖമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പസ് സെൽസ്
പസ് സെൽസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് ഉണ്ടാക്കുന്ന സെൽസാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അറിയണമെന്നുണ്ടെങ്കിൽ എന്താ മതി, യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ പസ് സെൽസ് ഉണ്ടെങ്കിൽ അതെന്താണ്, യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ആ പേര് കറക്റ്റാണ്. പസ് സെൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂറിനിൽ ചെക്ക് ചെയ്യുമ്പോൾ, യൂറിനിൽ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പസ് സെൽസ് കാണുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, യൂറിൻ ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള കാര്യമായിരിക്കും. രണ്ടാമത്തത്, ബ്ലഡിൽ RBCൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ജോണ്ടിസ് ആണ്. തെറ്റാണ്. ബിലിറൂബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ബ്ലഡിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിലാണ് ജോണ്ടിസ് വരിക, മഞ്ഞപ്പിത്തം വരിക, അല്ലാതെ ബ്ലഡ് അല്ല. അടുത്തത് ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു സംഭവമാണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഗ്ലൂക്കോസ് യൂറിനിലൂടെ കുറേ പുറത്തേക്ക് വരണയാണെങ്കിൽ, യൂറിനിൽ കുറേ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് കിഡ്നി സ്റ്റോൺ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. അത് കിഡ്നി സ്റ്റോൺ അല്ല, അത് ഡയബറ്റിസ് ആണ്. ഡയബറ്റിസ്. ഓക്കെ അല്ലേ? അപ്പോൾ ആകെ ഫസ്റ്റ് പേഴ്സ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഗ്ലൂക്കോസ് കൂടിയ ഡയബറ്റിസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മേക്ക് ദ കറക്ഷൻസ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അത് തെറ്റാണെങ്കിൽ തിരുത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം. ഫ്രം ദ വെജൈന ദേ മൂവ് ടു ദ യൂട്രസ് ത്രൂ ദ സെർവിക്സ്. സ്പേം മൂവ് ചെയ്യുന്നത് വെജീനയിൽ നിന്ന് യൂട്രസിലേക്കാണ്. യൂട്രസിലേക്ക് പോകുന്ന വഴിയാണ് സെർവിക്സ്. അതായത് സ്പേം മൂവ് ചെയ്യുന്ന വഴിയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം വെജൈന, പിന്നെ സെർവിക്സ്, പിന്നെ യൂട്രസ്. കറക്റ്റാണത്. അപ്പോൾ അത് ശരി ഉത്തരമാണ്. അവിടെ തിരുത്താനൊന്നുമില്ല. ദ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ എൻഡോമെട്രിയം ബൈ ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് എഗ്. സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവണമെന്ന് നമുക്കറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഭാഗം എൻഡോമെട്രി ആണ്. അത് തെറ്റാണ്. എൻഡോമെട്രിയത്തിൽ വെച്ചിട്ടല്ല സ്പേമും ഓവവും ഫ്യൂസ് ആവുന്നത്. സ്പേമും ഓവവും ഫ്യൂസ് ആവുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ്. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഇവർ ഫ്യൂസ് ആവുന്നത്. ഇനി സി നോക്കാം. അപ്പം നമ്മൾ ഒരെണ്ണം തിരുത്തിയിട്ടുണ്ട്. അടുത്താണ് സി ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസൈറ്റ് ഫ്രം 5 to 6 days. സൈഗോട്ട് നേരിട്ട് ബ്ലാസ്റ്റോസൈസ്റ്റ് ആയിട്ട് മാറുകയല്ല ചെയ്യുന്നത്. സൈഗോട്ട് ആദ്യം എന്തായി മാറും? മോറുലയാവും. മോറുലയാണ് എന്തായി മാറുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ സൈഗോട്ട് എന്ന് പറഞ്ഞത് തെറ്റാണ്. അതിന് പകരം എന്ത് കൊടുക്കുക? മോറുല എന്ന് പറഞ്ഞ് കൊടുക്കുക. അടുത്താണ് ഫെർട്ടിലൈസേഷൻ ഈസ് മോർ പോസിബിൾ ഡ്യൂറിങ് ദ ഡേയ്സ് ഫ്രം 10th to 17th ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു 28 days നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളാണ് എല്ലാ മാസവും. അപ്പോൾ അതിൽ 10 to 17th ആണ് ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. അപ്പോൾ അതിലോട്ട് തിരുത്തും വരുത്താനില്ല. നമുക്ക് തിരുത്ത് വന്നേക്കുന്നത് ബിയും സിയിലും ആണ്. അടുത്തതായി നമുക്ക് പോകേണ്ടത് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ആൽവിയോലയുടെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇലിസ്ട്രേഷൻ. ഇത് ആദ്യ ഇലിസ്ട്രേഷൻ ആണ്, ആൽവിയോലൈ അല്ലെങ്കിൽ ആൽവിയോലസ്. ക്ലിയർ ആണോ? ഈ തന്നിരിക്കുന്ന ഫിഗർ ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആരുടെയാണ്? ആൽവിയോലൈ അല്ലെങ്കിൽ ആൽവിയോലസ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എ? എ എന്ന് പറയുന്നതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോലൈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലെയർ ആണ്. ആൽവിയോലൈ മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ആൽവിയോലൈ അതൊരു സിംഗിൾ ലെയർ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് നല്ല എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ ഉള്ളത്. സിംഗിൾ ലെയർ ആണ് കേട്ടോ, സിംഗിൾ ലെയർ ആണ്. ഇനി അടുത്താണ് എന്തെന്ന് പറഞ്ഞാൽ റൈറ്റ് ദ പ്രോസസ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ആൽവിയോലൈ. ശ്രദ്ധിക്കുക, ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്ന സമയം, നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് വരുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേഷൻ. ആൽവിയോയിലേക്ക് വരുന്ന ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. ആൽവിയോയിലേക്ക് വരുന്ന എന്തിൻ്റെ അളവാണ് കൂടുതൽ? ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. എന്നാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, ഇതാണ് ബ്ലഡ് വെസൽ കേട്ടോ, ഇത് ബ്ലഡ് വെസൽ, ഇത് ആൽവിയോലൈ ആണ്. തൊട്ട് താഴെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസലാണ്. ബ്ലഡ് വെസലിൽ കൂടുതൽ ഉണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബ്ലഡ് വെസലിൽ കൂടുതൽ ഉണ്ടാവുക ആരാടാ? കാർബൺ ഡൈ ഓക്സൈഡ്. ആൽവിയോലയിൽ കൂടുതൽ ഉണ്ടാവുന്നത്
ഓക്സിജൻ. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ആൽവിയോ എന്ന് പറഞ്ഞാൽ വായു അറ, നമ്മുടെ എയർ വന്ന് ലങ്സിൽ നിറയുന്ന ഭാഗമാണ്. ചെറിയ ചെറിയ കുഞ്ഞു അറകളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോലെ. അതിൽ ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. പക്ഷേ ബ്ലഡ് വെസലിലാണെങ്കിലാ ഓക്സിജൻ കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടെ. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ആൽവിയോലയിൽ ഞാൻ ഇവിടെ എഴുതിത്തരാം. ആൽവിയോലയിൽ ഓക്സിജൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കുറവുമാണ്. എന്നാൽ ബ്ലഡ് വെസല്ല നേരെ തിരിച്ചാണ്. ബ്ലഡ് വെസലിൽ ഓക്സിജൻ്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. ക്ലിയർ ആണ്? നമുക്കറിയാം മോളിക്യൂൾ എപ്പോഴും പാസ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലാണ്. ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾ കൂടുതലുള്ള ഭാഗം, അതാണ് ഹയർ കോൺസെൻട്രേഷൻ. എന്താ ലോവർ കോൺസെൻട്രേഷൻ? ആ മോളിക്യൂൾസ് കുറവുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ നോക്കുക, ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതൽ ആൽവിയോലയിലല്ലേ, കുറവ് ബ്ലഡ് വെസലല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യോടാ? ആൽവിയോലയിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. എന്താ ചെയ്യുക? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിലുള്ള ആ ഓക്സിജൻ മോളിക്യൂൾസ് നേരെ ഇങ്ങോട്ട് വരും, ലോവർ കോൺസെൻട്രേഷനുള്ള ബ്ലഡ് വെസലിലേക്ക് ഡിഫ്യൂസ് ആവും. എന്നാൽ ആ സമയത്ത് തന്നെ നടക്കുന്ന മറ്റൊരു കാര്യമാണ്, ആൽവിയോലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, ബ്ലഡ് വെസലിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുക? കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്കും. അപ്പോൾ ഇവിടെ ബ്ലഡ് വെസൽസിലാണ് എന്ത് കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡ്. ആൽവിയോയിൽ കുറവാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് ഡിഫ്യൂസ് ആവുന്നത് എങ്ങനെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ചെയ്യുന്നത് ബ്ലഡ് വെസലിൽ നിന്ന് ആൽവിയോലയിലേക്കായിരിക്കും. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ മൂവ് ഫ്രം ആൽവിയോലൈ ടു ബ്ലഡ് വെസൽ. Carbon dioxide move from blood vessel to alveoli. ഓക്കെ ആണോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അവരുടെ ആ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് suitably in the table given below. Valves are seen, thick and elastic valves. Blood flows with the low pressure and low speed. Carries blood from the heart. ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ടിൻ്റെ വെസൽസ് ഉണ്ട്, ആർട്ടറി, വെയിൻ, ക്യാപ്പിലറി. ഇതിൽ 2 കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുപോകുന്ന, ഹാർട്ട് പമ്പ് ചെയ്താണ് ബ്ലഡിനെ വിടുന്നത്. പതിയെ അല്ല ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വേണം. ഹാർട്ട് നല്ലോണം പമ്പ് ചെയ്താണ് ബ്ലഡിന് വേണം. അപ്പോൾ നല്ല സ്പീഡിലായിരിക്കും എന്ത് വരുന്നത്? ബ്ലഡ് വരുന്നത്. അപ്പോൾ ആ ബ്ലഡ് വരുന്ന ആർട്ടറി എന്തായിരിക്കണം? കട്ടിയുള്ളതായിരിക്കണം. ആ കട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അത് പൊട്ടിപ്പോവും. അതേപോലെ ഇലാസ്റ്റിക്കും ആയിരിക്കണം. കട്ടിയുള്ളത് മാത്രമായാൽ പോലെ ഇലാസ്റ്റിക്കും ആയിരിക്കണം. അപ്പോൾ നോക്കാം, തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾ വരുന്നത് ആർട്ടറിയിലാണ്. അപ്പോൾ ഞാനിവിടെ എന്ന് കൊടുക്കുന്നുണ്ട്, ആർട്ട് എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വാൽവ്സ് ആർ സീൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വന്നത് നേരെ ആർട്ടറിയിലേക്കാണ്. അപ്പോൾ അതിൽ വാൽവ്സ് ഉണ്ടെങ്കിൽ, വാൽവ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ പോലെ ഉണ്ടെങ്കിൽ ഈ വരുന്ന ബ്ലഡൊക്കെ അവിടെ തടഞ്ഞേക്കൂലേ? അത് ബുദ്ധിമുട്ടാവൂലേ? അപ്പോൾ അതെന്താണ്? വെയിൻസ് ആണ്. ഓക്കെ ആണോ? വാൽവ്സ് ഉള്ളത് വെയിൻസിലാണ്. തിക്കും എലാസ്റ്റിക്കും ആയിട്ടുള്ള വാൽവ്സ് ആർട്ടറിയിലാണ്. ഓക്കെ അല്ലേ? നമ്മുടെ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നേരെ പിടിക്കുന്ന ഭാഗമാണ് നമ്മുടെ കൈയുടെ ഇവിടുത്തെ ഭാഗം എന്ന് പറയും, പൾസ് നോക്കാൻ വേണ്ടി. ആർട്ടറി ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ അനങ്ങും. ക്ലിയർ അല്ലേ? അപ്പോൾ ആർട്ടറി. മൂന്നാമത്തെ, ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ശ്രദ്ധിക്കുക, ഏതായിരുന്നു ഹാർട്ട് പമ്പ് ചെയ്ത് നേരെ ബ്ലഡ് വിടുന്ന കുഴൽ? ഏതായിരുന്നു? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന കുഴൽ? അതെ, അത് ആർട്ടറിയാണ്. അപ്പോൾ ആർട്ടറിയിലേക്ക് സ്പീഡിനായിരിക്കും, പമ്പ് ചെയ്തല്ലേ ഇടപെടുന്നത്, അപ്പോൾ സ്പീഡിനായിരിക്കും. പക്ഷെ ഇവിടെ തന്നേക്കുന്നതാണ് ലോ സ്പീഡ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതെന്തായിരിക്കും? വെയിൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. അതാരാണ്? ആർട്ടറി. ഓക്കെ അല്ലേ? അപ്പോൾ ബിയും ഡിയും ആണ് ആർട്ടറിയിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എയും സിയും ആണ് വെയിനിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പല പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറി. ബ്ലഡ് തിരിച്ച്, ബ്ലഡ് സർക്കുലേഷൻ ആണല്ലോ, ഹാർട്ടിൽ നിന്ന് പോകുന്നത് ആർട്ടറിയിലൂടെയും ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്നത് വെയിനിലൂടെയും.
പോകുന്നത് ആർട്ടറി, വരുന്നത് വെയിൻ. പോകുന്നത് ആർട്ടറി, വരുന്നത് വെയിൻ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ അതും ചെയ്തു കഴിഞ്ഞു. അടുത്തതാണ് ശ്രദ്ധിക്കുക, 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാ, തീരാറായി. ശ്രദ്ധിക്കുക, ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോണിൻ്റെ ഭാഗമാണ്. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാ ഫിൽട്രേഷൻ നടത്തുന്ന സംഭവമാണ്. ക്ലിയർ അല്ലേ? ഒരു സ്ട്രക്ചറാണ് ഇത്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പകൾ മാതിരിയാണ്. ഇതിലൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ അതിലെ മോളിക്യൂൾസ് ഒക്കെ ഫിൽട്ടർ ചെയ്യലാണ് ഇവരുടെ പണി, നെഫ്രോണിൻ്റെ പണി. അപ്പം നെഫ്രോണിൻ്റെ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തേക്കണം. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽസ് ഇൻഡിക്കേറ്റഡ് ആസ് എ ബി. അപ്പോൾ എയും ബിയും ബ്ലഡ് വെസലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെ ബ്ലഡ് വെസലാണെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കട്ടിയുള്ള അല്ലെങ്കിൽ വണ്ണം കൂടിയ ബ്ലഡ് വെസലാണ് അഫ്രൻറ്റ് വെസൽ. എ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്ന ഭാഗമാണ് അഫ്രൻറ്റ് വെസൽ. എ എന്ന് പറയുന്ന ഭാഗമാണ് ഇഫ്രൻറ്റ് വെസൽ. ഇഫ്രൻറ്റ് വെസലിന് വണ്ണം കുറവായിരിക്കും, അഫ്രൻറ്റ് വെസലിന് വണ്ണം കൂടുതലായിരിക്കും, ഡയാമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഈ ഒരു ഭാഗത്ത്, ബാക്കിയുള്ള ഈ ഭാഗങ്ങളിൽ പ്രഷർ വരാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ക്ലിയർ ആണോ? ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഭാഗങ്ങൾ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ ഭാഗം, അവിടെ എന്ത് വരണം? പ്രഷർ വരണം. ആ പ്രഷർ വരണമെങ്കിൽ ബ്ലഡ് വരുന്ന കുഴൽ വലുതും ബ്ലഡ് പോകുന്ന കുഴൽ ചെറുതും ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം, ആ കിഡ്നീൻ്റെ ഉള്ളിലേക്ക് എന്ത് വന്നു? ബ്ലഡ് വന്നു. അത് നമ്മുടെ ഗ്ലോമറസ് അല്ലെങ്കിൽ ആ കപ്പ് ഷേപ്പുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേര്, അതിനെ വിളിക്കുന്ന പേരാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. എന്ത് ക്യാപ്സ്യൂളാടാ? ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് വെസൽസ് വരുന്നത്. അതിൽ ഡയാമീറ്റർ കൂടിയത് അഫ്രൻറ്റ് വെസലും ഡയാമീറ്റർ കുറഞ്ഞത് ഇഫ്രൻറ്റ് വെസലും ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ്. ഇനി അടുത്ത നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് സി. സി എന്ന് പറയുന്നത് ഈ രണ്ട് വെസൽസ് ഉള്ളിൽ കയറിയിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്ത് കണ്ട. അവർ ഉള്ളിലേക്ക് കയറുമ്പോൾ ഓരോ വെയിൻസ് അല്ലെങ്കിൽ ഓരോ ബ്ലഡ് വെസലായിട്ടൊക്കെ കയറുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവരെന്താ കെട്ടുപണഞ്ഞ ഒരു നെറ്റ്വർക്ക് പോലെയായി മാറി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഗ്ലോമറുലസ്. അപ്പോൾ എയും ബിയും സിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് എ എന്ന് പറയുന്നത് ഇഫ്രൻറ്റ് വെസൽ, ബി എന്ന് പറയുന്നത് അഫ്രൻറ്റ് വെസൽ, സി എന്ന് പറയുന്നത് ഗ്ലോമറുലസ് ആണെന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ഇതാണ് എന്താണ് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗം. ബ്ലഡിനെ എന്താ ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നു. വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ദ ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് സി. ഈ ഗ്ലോമറുലസ് ബ്ലഡ് പോകുമ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് മാറ്റും. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഒന്നുമില്ല, ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു തേങ്ങാപ്പാൽ നമ്മൾ എന്താണ് ഒരു പാത്രത്തിലേക്ക് ഇതാക്കാൻ പോകണമെങ്കിൽ നമ്മൾ ആ അരിപ്പയിൽ തേങ്ങാപ്പാൽ ഒഴിക്കും അല്ലേ? അരിപ്പയിൽ എന്ത് ചെയ്യും? തേങ്ങാപ്പാൽ ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു പ്രഷർ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിലുള്ള പാല് താഴേക്ക് വീഴും. പക്ഷേ എന്നാലും അതിൻ്റെ ബാക്കിയുള്ള തേങ്ങാപ്പീരകൾ ഇവിടെ തന്നെ നിൽക്കും, ആ അരിപ്പയിൽ തന്നെ നിൽക്കും. ക്ലിയർ ആണോ? ആ തേങ്ങാപ്പീരകൾ അല്ലെങ്കിൽ ബാക്കി വന്ന അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ ബാക്കി ഉണ്ടായ കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇതന്നെ ചായൻ്റെ കേസിലാണെങ്കിലും ചായ നമ്മളൊരു അരിപ്പയിലൂടെ ഒരു ഫിൽറ്ററിലൂടെ നമ്മൾ ഒഴിക്കുമ്പോൾ താഴേക്ക് എന്ത് വരും? ആ ചായ വരും. അതായത് ബ്ലഡ് അല്ലെങ്കിൽ ചായ അങ്ങനെ എന്തെങ്കിലും താഴേക്ക് വരും. പക്ഷേ ചായപ്പൊടിയോ അല്ലെങ്കിൽ വല്ല ഏലക്കയോ അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വരില്ല. അത് ആ ഫിൽറ്ററിൽ തന്നെ ഇങ്ങനെ തങ്ങിക്കിടക്കും. അതേപോലെ ഇവിടെ ചായ ആയിട്ട് ഉദ്ദേശിക്കുന്ന ബ്ലഡിനെയാണ്. ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആ ഫിൽറ്ററിലൂടെ അല്ലെങ്കിൽ ആ അരിപ്പയിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അതിലുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകളെയൊക്കെ വേസ്റ്റ് അല്ലെങ്കിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കും. ആ ഒരു മാറ്റി വെച്ച സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ മസിൽ. ഈ മസിൽ എന്ന് പറയുന്നത് ട്യൂബ് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സിലിണ്ടർ പോലെ ഇരിക്കുന്ന മസിൽസ് ആണ്. സിലിണ്ട്രിക്കൽ സെല്ലുള്ള മസിൽസ് ആണ്. ഓക്കെ അല്ലേ? കൂടാതെ ലൈറ്റും ഡാർക്കും സ്ട്രിയേഷൻസ് അഥവാ ലൈൻസ് ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മസിൽ എന്ന് പറയുന്നത് സ്കെലറ്റൽ മസിലാണ്. എന്ത് മസിലാടാ?
സ്കെലറ്റൽ മസിൽ. നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള മസിൽസ് ആണ് സ്കെലറ്റൽ മസിൽ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് മസിൽ? ഈ മസിലിൻ്റെ പെക്യുലാരിറ്റി എന്തൊക്കെയാണ്? ഓൾറെഡി 2 പെക്യുലാരിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സിലിണ്ട്രിക്കൽ സെല്ലാണ് ഇതിനുള്ളത്. രണ്ടാമത്തത് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്ട്രിയേഷൻസ് ആർ സീൻ. ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്ട്രിയേഷൻസ് എന്ന് പറഞ്ഞ വരകൾ കേട്ടോ, ആർ സീൻ. ഇനി ഈ മസിൽസ് ഉള്ളത് നമ്മുടെ കൈ കാല് പോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എല്ലുമായിട്ട് ബോൺസുമായിട്ട്. അപ്പം അടുത്ത പോയിന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതുള്ളത്. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. മേക്ക് വോളണ്ടറി മൂവ്മെൻറ്റ് പോസിബിൾ. 2 തരം മൂവ്മെൻറ്റാണ് ഉള്ളത്, ഒന്ന് വോളണ്ടറി, 2 ഇൻവോളണ്ടറി. വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? എനിക്കിപ്പോൾ മുഖത്ത് ഇങ്ങനെ പിടിക്കണം, അത് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അത് വോളണ്ടറി മൂവ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? എനിക്കിപ്പോൾ തല അങ്ങോട്ട് തിരിക്കണം, ഇങ്ങോട്ട് തിരിക്കണം, ഇതൊക്കെ വോളണ്ടറി ആണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഹാർട്ട് ബീറ്റ് അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്റ്റൊമക്കിലുള്ള മൂവ്മെൻറ്റ്സ് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്, ഇൻവോളണ്ടറി. സ്കെൽറ്റൽ മസിൽസ് ബോൺസുമായി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ മേക്ക് ദ വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. അപ്പോൾ അതും കഴിഞ്ഞു. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മസ്കുലർ വാൾ വിച്ച് സെപ്പറേറ്റ് ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ചെസ്റ്റൊക്കെ ഉള്ള വരുന്ന ലങ്സ് ഒക്കെ വരുന്ന ഭാഗമാണ് തൊറാസിക് ക്യാവിറ്റി. സ്റ്റൊമക്ക് കിഡ്നിയൊക്കെ വരുന്ന ഭാഗങ്ങളാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഈ 2 ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലർ വാൾ, ഒരു ഷേപ്പുള്ള ഒരു മസ്കുലർ വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വരുന്ന സാധനങ്ങൾ നോക്കാം. പ്ലൂറ, പെരിക്കാർഡിയം, ഡയഫ്രം, ലെൻറ്റിസെൽ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡയഫ്രം ആണ്. ഓക്കെ, തൊറാസിക് ക്യാവിറ്റീനെയും അതേപോലെ തന്നെ അബ്ഡോമിനൽ ക്യാവിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വാളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഫ്രം. പ്ലൂറ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയേഴ്സ് ആണ്. അതേപോലെ തന്നെ പെരിക്കാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയേഴ്സ് ആണ്. ലെൻറ്റിസെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൽ റൂട്ടിലും സ്റ്റെമ്മിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പോർസ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ലെൻറ്റിസെൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡയഫ്രം ആണ്. ഇനി ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നേക്കനാണ്. നോക്കാം. പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റ്, സ്റ്റിമുലസ്, എക്സാമ്പിൾ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേര് തന്നിട്ടില്ല, സ്റ്റിമുലസ് ഏതാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റൂട്ട് ഗ്രോസ് എഗെയിൻസ്റ്റ് ലൈറ്റ്, അവിടെ ലൈറ്റിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാന്റിൻ്റെ റൂട്ട് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വളരുക. ലൈറ്റ് മുകളിലാണെങ്കിൽ മുകളിലേക്കാണ് റൂട്ട് വളരുന്നത്, അല്ല താഴേക്കല്ലേ വളരുന്നത്. അപ്പോൾ അത് എന്ത് മൂവ്മെൻ്റ് ആണ് നോക്കാം. ഇവിടെ സ്റ്റിമുലായിട്ട് പറഞ്ഞേക്കുന്നത് ലൈറ്റ് ആണ്. അപ്പോൾ സ്റ്റിമുലസ് ലൈറ്റ്. ലൈറ്റ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ട്രോപ്പിസം ആയിരിക്കും? ഫോട്ടോ ട്രോപ്പിസം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന അർത്ഥം. അപ്പോൾ ഫോട്ടോ ട്രോപ്പിസം. ക്ലിയർ ആണോ? അപ്പോൾ പ്ലാന്റ് മൂവ്മെൻറ്റ് ഫോട്ടോ ട്രോപ്പിസം ആണ്. സ്റ്റിമുലൈ ലൈറ്റ് ആണ്. ഇനി ആ ലൈറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് റൂട്ട് വളരും, ലൈറ്റിന് നേരെ സ്റ്റെമ്മ് വളരും. ക്ലിയർ ആണോ? ഒരു ചെടിയുടെ സ്റ്റെമ്മ് അഥവാ തണ്ട് വളരുന്നത് എന്തിന് നേരെ ആയിരിക്കും? ലൈറ്റിന് നേരെ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആര് വളരുന്നത്? റൂട്ട് വളരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേരും കഴിഞ്ഞു, സ്റ്റിമുലസും കഴിഞ്ഞു. അടുത്തത് കീമോട്രോപ്പിസം. പേരിൽ തന്നെ ഉണ്ട് കീമോ. എന്താണത്? സ്റ്റിമുലസ്. അപ്പോൾ നോക്കാം. കീമോ കെമിക്കൽസ് ആടാ, പ്രസൻസ് ഓഫ് കെമിക്കൽസ്. അപ്പോൾ സ്റ്റിമുലസ് മനസ്സിലായി, കെമിക്കലാണ്. ഇനി അപ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ കൊടുക്കാം? പോളൻ ട്യൂബ്. പറഞ്ഞേ. പോളൻ ട്യൂബ് ഗ്രോസ് ടുവേർഡ്സ് ഓവറി. പ്ലാന്റ്സിൽ, ഫ്ലവറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്യൂബാണ് പോളൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പോളൻ ട്യൂബ് ഓവറിയിൽ ഒരു കെമിക്കൽ ഉണ്ടാക്കും, ഓവറിയുടെ ഭാഗത്ത്. അപ്പോൾ ആ കെമിക്കലിന് നേരെ ഈ ട്യൂബ് എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോകും. ക്ലിയർ ആണോ? ആ ഓവറിൻ്റെ നേരെ ആയിരിക്കും ഇത് വളരുക. അപ്പോൾ ഇവിടെ ആരുള്ളത് കൊണ്ടാണ് ഇത് വളർന്നത്? ഓവർ ഉള്ളത് കൊണ്ടാണ്? അല്ല. ഓവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു കെമിക്കൽ ഉണ്ടായി, ആ കെമിക്കലിന് നേരെയാണ് ഇത് വളർന്നത്. ക്ലിയർ ആണോ? എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റിമുലസിൻ്റെ നേരെയുള്ള, അല്ലെങ്കിൽ സ്റ്റിമുലസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് പ്ലാന്റ് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. സ്റ്റിമുലസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് പ്ലാന്റ് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. ഇനി സ്റ്റിമുലസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചോ അല്ല എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. സ്റ്റിമുലസിനനുസരിച്ചാണെങ്കിൽ ട്രോപ്പിക് മൂവ്മെൻറ്റും സ്റ്റിമുലസിനനുസരിച്ചല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻറ്റും ആണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം കഴിഞ്ഞു. അടുത്തതാണ് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, കുറച്ച് പോയിന്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. നോക്കാം. ടേക്ക് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. ഇത് തന്നിരിക്കുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ സാധാരണ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് ബ്രീത്തിങ് ആണ്. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, ഇതിനെയാണ് റെസ്പിറേഷൻ നമ്മൾ പറയാം. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. അതെങ്ങനെ കിട്ടുന്നു? അത് അറിയണമെന്നുണ്ടെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് അറിയണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിക്കുന്നു, ദഹിക്കുന്നു, അതിലുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുന്നു. ക്ലിയർ ആണോ? ആ സമയത്ത് തന്നെ ആ സെല്ലുകളിലേക്ക് വിറ്റാമിൻസും അല്ലെങ്കിൽ മിനറൽസും ന്യൂട്രിയൻസും എല്ലാം എത്തുമ്പോഴേക്ക് നേരെ അവിടെ ഓക്സിജനും കൂടി സെല്ലുകളിലേക്ക് ഓക്സിജൻ കൂടി വരുന്നു. ശ്രദ്ധിച്ചോ, നമ്മളിവിടെ മെയിനായിട്ട് പറയുന്നത് സെല്ലുകളിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നു. എന്താ റിലീസ് ചെയ്യുന്നത്? എനർജി എന്താ ചെയ്യുന്നത്? റിലീസ്. ഓക്കെ അല്ലേ? അപ്പോൾ സെല്ലിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഗ്ലൂക്കോസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യും. അവിടെ ആര് വേണം? അപ്പോൾ ഓക്സിജൻ വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്, 2 സ്റ്റേജസ് ആയിട്ടാണ്. അതിൽ ഒന്നാമത്താണ് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്താണ് ക്രെബ്സ് സൈക്കിൾ. അതിൽ ഈ 2 സ്റ്റേജുകളെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ടേക്സ് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത് ക്രെബ്സ് സൈക്കിളാണ്. ഓക്കെ. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. മൈറ്റോകോൺട്രിയയിലാണ് എന്ത് നടക്കുന്നത്? ക്രെബ്സ് സൈക്കിള്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസം. അവിടെ ആ ഒരു പോയിന്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തത് വരുന്നത് എവിടെയാണെന്ന് മനസ്സിലായി? ക്രെബ്സ് സൈക്കിളിലാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറൂവിക് ആസിഡ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നത് ഏത് സ്റ്റേജിലാണ്? അത് ഗ്ലൈക്കോളിസിസിലാണ്. ഈ പൈറൂവിക് ആസിഡിനെ വീണ്ടും എന്താക്കി മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാക്കി മാറ്റും. അത് ക്രെബ്സ് സൈക്കിളാണ്. പക്ഷേ ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ്. ഓക്സിജൻ വേണ്ട. ഇതിലേതൊരു സ്റ്റേജിന് ഓക്സിജൻ വേണ്ട. അത് ഏത് സ്റ്റേജാണ്? അത് ഒന്നാമത്തെ സ്റ്റേജാണ്. ഗ്ലൈക്കോളിസിസിന് എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. പക്ഷേ ക്രെബ്സ് സൈക്കിളിന് എന്ത് വേണം? ഓക്സിജൻ വേണം. ഇനി അടുത്തതാണ് 28 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. 28 ATP മോളിക്യൂൾസ് ഉണ്ടാവും. ടോട്ടലി ഈ പ്രോസസ്സ് കഴിയുമ്പോൾ 30 ATP മോളിക്യൂൾസ് ആണ്. എനർജിയുടെ മോളിക്യൂളാണ്, എനർജി സ്റ്റോർ ചെയ്യുന്ന മോളിക്യൂളാണ് ATP മോളിക്യൂൾസ്. ടോട്ടൽ 30 മോളിക്യൂൾസ് ഉണ്ടാവും. ഫസ്റ്റത്തെ സ്റ്റേജിൽ, അതായത് ഗ്ലൈക്കോളിസിസിൽ 2 ATPയും സെക്കൻഡ് സ്റ്റേജായ ക്രെബ്സ് സൈക്കിളിൽ 28 ATP മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റത്തത് ക്രെബ്സ് സൈക്കിൾ ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. നമുക്കൊരു ജോയിൻറ്റിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഈ ജോയിൻറ്റിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഐഡൻറ്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് A, B, C ആൻഡ് D. നോക്കാം. A എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ലെയറാണ്. അപ്പോൾ നമുക്കതിനെ വിളിക്കാം ലിഗമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഗമെൻറ്റ്. B എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ അത് ക്യാപ്സ്യൂൾ. C എന്ന് പറയുന്നത് ഈ ബോൺസിൻ്റെ അറ്റത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അത് കാർട്ടിലേജ്. D എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. അത് ബോൺസ്. ബോൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ABCD ഇട്ട് ലിഗമെൻ്റ് എന്തിനു വേണ്ടിയാടാ? 2 ബോണുകൾ വരുന്ന ഒരുമിച്ച് ചേരുന്ന ഭാഗമാണ് ജോയിൻറ്റ്. ഈ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 2 ബോൺസ് ഇങ്ങനെ എന്ത് ചെയ്യണം? ഡിസ്ലൊക്കേറ്റ് ചെയ്യാണ്ട് കറക്റ്റ് അതേ പൊസിഷനിൽ ഇങ്ങനെ നിന്ന് സ്മൂത്തായിട്ട് മൂവ്മെൻറ്റ് നടക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ഇൻ സെയിം പൊസിഷനാണ്. ഹോൾഡ് ഇൻ സെയിം പൊസിഷൻ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ക്യാപ്സ്യൂൾ എന്താ ചെയ്യണത്? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ജോയിൻറ്റ്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ജോയിൻറ്റ്.
അതുമാത്രമല്ല ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് സ്മൂത്താക്കും. ആ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താക്കി? സ്മൂത്താക്കി. ഈ 2 കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ക്യാപ്സ്യൂൾ ചെയ്യുന്നത്. കാർട്ടിലേജിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്, ഇതൊരു ബോണാണ്. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ബോണാണ്, ഇത് രണ്ടാമത്തെ ബോണാണ്. 2 ബോൺ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ബോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ 2 ബോണുകളുണ്ട്, ഇത് മൂവ് ചെയ്യുമ്പോൾ ഒരയാൻ സാധ്യത ഉണ്ട്, ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരയാൻ ചാൻസ് അല്ല, ഒരയും അത്. അപ്പോൾ അത് ഇങ്ങനെ ഒരഞ്ഞാൽ അതെന്തായി പോവും? അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കൈവേദന, കാലുവേദനയൊക്കെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ജോയിൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇവർ ഒരയുമ്പോൾ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയുള്ള കാർട്ടിലേജ്, റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. ആ ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് എ ബി? എ എന്ന് പറഞ്ഞാൽ ലിഗ്മെൻ്റ് ആണ്. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെ 2 ബോൺസിനെയും എന്ത് ചെയ്യുന്നു? ആ ജോയിൻറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഡിസ്ലൊക്കേഷൻ സംഭവിക്കാണ്ട് നോക്കുന്നു. ഒരേ സ്ഥലത്ത് തന്നെ പിടിച്ചെടുത്തുന്നു. ക്യാപ്സ്യൂളിലെ പരിപാടി എന്ന് പറഞ്ഞാൽ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ജോയിൻറ്റ് ആൻഡ് സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ്. ആ ജോയിൻറ്റുകൾ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്താണ് റീഡ്രോ ദ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്ട് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റർ ഗിവൺ ബിലോ. നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ ലൈഫിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. ഈ പറയുന്ന സ്ട്രക്ചറിൽ, ഈ ഒരു ഫിഗറിൽ താഴത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പാർട്ടുകളാണെന്ന് നോക്കണം. ഓക്കെ. എ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ബ്ലാസ്റ്റോസിസ്റ്റിന് ശേഷം ഉണ്ടാകുന്നതാണ്. അതേഴ്സ് ടു യൂട്രൈൻ വാൾ. നോക്കിയടാ, യൂട്രൈൻ വാളിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ യൂട്രസിൽ നിന്നും അതേപോലെ കുഞ്ഞിൻ്റെ ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നും അതിലൊക്കെ ഉള്ള ടിഷ്യൂസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസെൻ്റ. ഒരു ഡിസ്ക് ഷേപ്പുള്ള സ്ട്രക്ചറാണ്. അതാണ് ഇപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ, പ്ലാസെൻ്റ. ക്ലിയർ ആണ്? കുഞ്ഞിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിന് കൊടുക്കുന്നത് പ്ലാസെൻ്റയാണ്. കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുക, കുഞ്ഞിൻ്റെ നിന്ന് വേസ്റ്റുകൾ റിമൂവ് ചെയ്യുക. ഇതാണ് ആരുടെ പണി? പ്ലാസെൻ്റയുടെ പണി. ക്ലിയർ അല്ലേ? അമ്മയുടെ കാര്യം നോക്കലല്ല, കുഞ്ഞിൻ്റെ കാര്യം നോക്കലാണ് പ്ലാസെൻ്റയുടെ പണി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് പ്ലാസെൻ്റ. ബി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാൽ, ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ദ ബോഡി ഓഫ് ദ ഫ്യൂറ്റസ്, വേസ്റ്റ് ആർ റിമൂവ്ഡ് ഫ്രം ദിസ് കോഡ്. നോക്കിയാടാ, ഈ പ്ലാസെൻ്റയിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോയിട്ടുണ്ട്? ഒരു കോഡ് അല്ലെങ്കിൽ ഒരു വയർ എങ്ങോട്ട് പോയിട്ടുണ്ട്? കൊച്ചിൻ്റെ സ്റ്റൊമക്കിലേക്ക് അല്ലെങ്കിൽ ബെല്ലിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗമാണ് അംബിലിക്കൽ കോഡ്. മലയാളത്തിൽ നമ്മൾ ഇതിന് പൊക്കിൾ കൊടി എന്ന് പറയും. പ്ലാസെൻ്റയെയും കുട്ടിയെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു വയർ, ഒരു കണക്ഷൻ, അതാണ് അംബിലിക്കൽ കോഡ്. ഓക്കെ അല്ലേ? ഇതിലൂടെയാണ് ന്യൂട്രിയൻസ് പ്ലാസെൻ്റയിൽ നിന്ന് കുട്ടിയിലേക്ക് എത്തുന്നതും ഓക്സിജൻ എത്തുന്നതും. അതേപോലെ തന്നെ വേസ്റ്റ് കുട്ടിയുടെ ബോഡിയിൽ നിന്ന് അമ്മയുടെ ബോഡിയിലേക്ക് റിമൂവ് ചെയ്യുന്നതും ഈ ഒരു അംബിലിക്കൽ കോഡാണ്. ഇനി ലാസ്റ്റ് സ്ട്രക്ചർ, ദ മെംബ്രെയിൻ ഫോംഡ് ഫ്രം ദ എംബ്രിയോണിക് സെല്ല്. കുട്ടിയുടെ സെല്ലിൽ നിന്നുണ്ടായേക്കാനാണ്. ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മെംബ്രെയിൻ, ഒരു കവറിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ആ കവറിങ്. ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോൺ, അല്ലെങ്കിൽ അമ്നിയോട്ടിക് മെംബ്രെയിൻ എന്നും പറയാം. അമ്നിയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ അമ്നിയോട്ടിക് മെംബ്രെയിൻ എന്നും പറയാം. ഈ മെംബ്രെയിൻ ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കും. ആ ഫ്ലൂയിഡിലാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? സ്റ്റേ ചെയ്യുന്നത്. കുഞ്ഞ് കിടക്കുന്നത് ഇവിടെ ഉള്ള ഒരു ഫ്ലൂയിഡിലാണ്. അതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് ആവാതിരിക്കാനും പെട്ടെന്നുള്ള ഷോക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള അനക്കങ്ങളിൽ നിന്ന് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഫ്ലൂയിഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആകെ പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കാം, റീഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ചെയ്യണതിന് ഒരു മാർക്കുണ്ട്. അപ്പോൾ ഡ്രോ ചെയ്യണതിന് ഒരു മാർക്കും, ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണതിന് ഓരോ മാർക്കുകൾ. ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ ഹിൻറ്റുകൾക്കനുസരിച്ച് ഇത് കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം.
ഒന്നാമത്തെ നോക്കിയത് ദ ഫോൾഡിങ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്. ടച്ച് മീ നോട്ട് പ്ലാന്റ്, തൊട്ടാവാടിയാണ് ടച്ച് മീ നോട്ട് പ്ലാന്റ്. ലീവ്സ് വെൻ ടച്ച്ഡ് ഈസ് നോൺ ആസ് നാസ്റ്റിക് മൂവ്മെന്റ്. ക്ലിയർ ആണോ? തൊട്ടാവാടിയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതെന്തായി പോകും? ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ അത് അടയും. ഇത് നാസ്റ്റിക് മൂവ്മെന്റിന് ഒരു എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. കറക്റ്റാണ്. എന്താണ് നാസ്റ്റിക് മൂവ്മെന്റ്? ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലസിനനുസരിച്ച് ഉള്ള പ്ലാന്റ്സിന്റെ മൂവ്മെന്റിനാണ് ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ സ്റ്റിമുലൻസിനനുസരിച്ച് എല്ലാ പ്ലാന്റും മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ നാസ്റ്റിക് മൂവ്മെന്റ് പറയും. നമ്മളിപ്പോൾ താഴത്ത് തൊട്ട് കഴിഞ്ഞാൽ താഴത്തേക്കാണ് ഇത് മടങ്ങുന്നത്, അല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഒരു നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. സ്റ്റിമുലസിനനുസരിച്ചല്ല തൊട്ടാവാടി മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് നാസ്റ്റിക് മൂവ്മെന്റ്. ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ അത് ഒന്നാമത്തെ കറക്റ്റ് ആണ്. മൂവ്മെന്റ് ഓഫ് പ്ലാന്റ് പാർട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആർ ട്രോപ്പിക് മൂവ്മെന്റ്സ്. അതും കറക്റ്റ് ആണ്. പ്ലാന്റിന്റെ പാർട്ടുകൾ ഓരോ സ്റ്റിമുലസിനനുസരിച്ച് ആണ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഗ്രോവിംഗ് ക്ലൈംബേഴ്സ് ടുവേർഡ്സ് അറൌണ്ട് ദ സപ്പോർട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് ഹെപ്റ്റോട്രോപ്പിസം. അതും കറക്റ്റ് ആണ്. ഒരു സപ്പോർട്ടിൽ അത് പിടിച്ച് വളരുന്നുണ്ടെങ്കിൽ, അതിൽ സപ്പോർട്ടിൻ്റെ മുകളിലൂടെ അത് വളരുന്നുണ്ടെങ്കിൽ അത് ഹെപ്റ്റോട്രോപ്പിസം ആണ്. അപ്പോൾ ആൻസർ എന്താണ്? എ, ബി, സി ആർ കറക്റ്റ്. മൂന്നാമത്താണ് ആൻസർ. ഇനി ശ്രദ്ധിക്കുക. ഷോ ദ പാത്വേ ഓഫ് എയർ ഫ്രം ദ നോസ്ട്രിൽ ടു ദ ആൽവിയോലി. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് എയർ, പുറത്തുള്ള എയർ നമ്മുടെ ആൽവിയോലയിൽ എത്തണമെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആണ്? അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ, നമ്മുടെ നോസിൽ ചെറിയ എന്തുണ്ട്? 2 ദ്വാരങ്ങളുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോസ്ട്രിൽസ്. സാധനോടാ? നോസ്ട്രിൽസ്. ഇവിടെ നിന്ന് എന്ത് പോകുന്നുണ്ട്? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെയ്സൽ ക്യാവിറ്റി. എന്ത് ക്യാവിറ്റിയാണ്? നെയ്സൽ ക്യാവിറ്റി. ഈ ഗ്യാപ്പ് നേരെ പോകുന്നത് എന്തിലേക്കാണ്? ട്രക്കിയ. ഓക്കെ. ഈ ട്രക്കിയ നേരെ ഇവിടെ എത്തുമ്പോഴേക്ക് ബ്രാഞ്ചുകളായിട്ട് തിരിയും. 2 ബ്രാഞ്ചുകളായിട്ട് തിരിയും. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കസ്. ഈ ബ്രോങ്കസ് ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും വീണ്ടും പല ബ്രാഞ്ചുകളായിട്ട് തിരിയും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾ. ഈ ബ്രോങ്കിയോളിൻ്റെ അറ്റത്ത് കുറേ എയർ നിറയ്ക്കുന്ന സാക്കുകളുണ്ട്. എയർ വന്ന് നിറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. കണ്ട, കുഞ്ഞു കുഞ്ഞു അറകളുണ്ട്. ഈ അറകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോലൈ. അപ്പം നമുക്ക് ആ പാത്വേ ഒന്ന് എഴുതാലോ. ഒന്ന് നോസ്ട്രിൽ, എയർ പോകുന്ന വഴിയാണ് കേട്ടോ പറയുന്നത്. ഒന്ന് നോസ്ട്രിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലുള്ള ചെറിയ ദ്വാരങ്ങൾ. അത് കഴിഞ്ഞ് ഇവിടെയുള്ള നമ്മുടെ കുറച്ച് ഒരു ഗ്യാപ്പുകളാണ്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് നെയ്സൽ ക്യാവിറ്റി. അത് കഴിഞ്ഞ് നേരെ പോകുന്നത്, നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ വിൻഡ് പൈപ്പിലേക്കാണ്. ആ വിൻഡ് പൈപ്പിൻ്റെ പേരാണ് ട്രക്കിയ. കഴിഞ്ഞിട്ട് നേരെ ട്രക്കിയൻ്റെ 2 ബ്രാഞ്ചുകളാണ് ബ്രോങ്കസ് വീണ്ടും ലങ്സിലേക്ക് കയറുമ്പോഴേക്ക് കുറേ ബ്രാഞ്ചുകളായിട്ട് വീണ്ടും ഡിവൈഡ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾ. ഈ ബ്രോങ്കിയോളിൻ്റെ അറ്റത്ത് കുറേ എന്തുണ്ട്? എയർ സാക്കുകളുണ്ട്. വായുവിൻ്റെ അറകളുണ്ട്. അതായത് ബലൂൺ പോലെ എയർ വരുമ്പോൾ എന്ത് ചെയ്യും? അത് വീർക്കും. എയർ പോയി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? ചുരുങ്ങും. അങ്ങനത്തെ വായു അറകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോലൈ. ഇതാണ് പാത്വേ ഓഫ് എയർ ഫ്രം ദ നോസ്ട്രിൽ ടു ആൽവിയോലൈ. സിമ്പിളാടാ. അടുത്തത് നോക്കുക. ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽ എ ആൻഡ് ബി ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്ന ഒരു കുഴലാണ് അല്ലെങ്കിൽ ബ്ലഡ് വെസലാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ. പിന്നെ അതേപോലെ തന്നെ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് വരുന്ന ഒരു ബ്ലഡ് വെസലാണ് ബി. അപ്പോൾ ഫസ്റ്റ് എ എന്താണ്, ബി എന്താണ്? ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്തായാലും ആർട്ടറി ആയിരിക്കും. എന്താർട്ടറിയാണ്? ലങ്സിലേക്ക് പോകണോണ്ട് പൾമോണറി. അപ്പം എന്താർട്ടറി ആടാ? പൾമോണറി ആർട്ടറി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾമോണറി ആർട്ടറി. ഇനി അതേപോലെ തന്നെ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഹാർട്ടിലേക്ക് വരുന്ന വെസലിനെ നമ്മൾ വിളിക്കുന്നത് വെയിൻ എന്നാണ്. ഇനി ലങ്സിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിനെ നമുക്ക് എന്ന് പറയാം? പൾമോണറി വെയിൻ എന്ന് പറയാം.
ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾമോണറി ആർട്ടറിയും ബി എന്ന് പറഞ്ഞാൽ പൾമോണറി വെയിനും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ഇൻക്ലൂഡിങ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പോൾ നോക്കിയാടാ, ബോക്സിൽ കുറച്ച് 4 ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. വോളണ്ടറി മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന മസിൽസ് ആണ്, മൂവ്മെൻറ്റ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ്. ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള മസിൽസ് ആണ് ഇൻവോളണ്ടറി മസിൽ. സ്പിൻഡിൽ ഷേപ്പ്, അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. വോളണ്ടറി മസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു മസിലാണുള്ളത്, അത് നമുക്ക് പഠിക്കാനുള്ളത് സ്കെലറ്റൽ മസിൽ. സ്കെലറ്റൽ മസിൽ. പിന്നെ ഇവിടെ സ്പിൻഡിൽ ഷേപ്പ്, സീൻ ഇൻ സ്റ്റൊമക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിനെ കൊടുക്കാം സ്മൂത്ത് മസിൽ. ഇപ്പോൾ 2 മസിലിൻ്റെ പേര് ഇനിയിപ്പോൾ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, സ്പിൻഡിൽ ഷേപ്പ് ഉള്ളത്, സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 അറ്റവും കൂർത്തിരിക്കുന്ന മസിലാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ് ആണ് സ്പിൻഡിൽ ഷേപ്പ് ഉള്ളത്. സ്പിൻഡിൽ ഷേപ്പ്. സിലിണ്ടർ പോലെ, ഒരു ട്യൂബ് പോലെ, ഒരു വടി പോലെ ഇരിക്കുന്ന മസിൽസ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കുന്ന മസിൽസ് ആണ്. അടുത്തത് സിലിണ്ടറിക്കൽ മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽ. അപ്പോൾ റോഡ് ഷേപ്പ് വോളണ്ടറി ആണ്. സ്ട്രിയേഷൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത് എവിടെ തന്നെയാണ്? വരകളുള്ളത് ഏതിലാടാ? സിലിണ്ടറിക്കൽ മസിൽസിലല്ലേടാ, അഥവാ സ്കെൽറ്റൽ മസിലാണ് സ്ട്രിയേഷൻസ് ഉള്ളത്. വരകളുള്ളത് ഇവിടെയാണ്. ഇനി അടുത്തത് സ്റ്റൊമക്കിൽ കാണപ്പെടുന്നത് ഏതാണ്? സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ എവിടെ കാണും? സ്റ്റൊമക്കിൽ കാണും. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തെ വരുന്നത് സ്പിൻഡിൽ ഷേപ്പ് വരുന്നത് ഇൻവോളണ്ടറി മസിലില്, റോഡ് ഷേപ്പ് വരുന്നത് വോളണ്ടറി മസിലില്, സ്ട്രിയേഷൻസ് കാണപ്പെടുന്നത് വോളണ്ടറി മസിലില്, അറ്റാച്ച്ഡ് ടു സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി മസിലില്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞ്. ഇനി അടുത്തതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, 2 ജോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നെയിം ദ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എ ആൻഡ് ബി. എ എന്താണ്, ബി എന്താണ് നോക്കുക. ഒന്നാമത്തത് നമ്മുടെ തോളിൻ്റെ അവിടെ ഉള്ളതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഉള്ളതാണ്, ഷോൾഡറിൻ്റെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഉള്ള ജോയിൻറ്റുകൾ നോക്കിയാടാ, ഈ ഭാഗം കണ്ടില്ലേ, ഈ 2 ഭാഗം. ഇതൊരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്, ഇതൊരു സോക്കറ്റ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ എ എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഓക്കെ അല്ലേ? ബി എന്ന് പറയുന്നത് ഒരു എൽബോയോ നീയോ എന്തോ ആണത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വരുന്നത് ഹിഞ്ച് ജോയിൻറ്റ്, ഒരു സൈഡിലേക്ക് മാത്രമുള്ള മൂവ്മെൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്റ്. അപ്പോൾ എയും ബിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ്. ഹൗ ഡു എ ബി ഡിഫർ ഫ്രം ദെയർ മൂവ്മെൻറ്റ്സ്? എ എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അപ്പോൾ ഓൾ ഡയറക്ഷൻ, മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. എന്നാൽ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽബോയില് നീലൊക്കെ ഉള്ളതാണ് ഹിഞ്ച് ജോയിൻറ്റ്. അതെല്ലാത്തിലേക്കും എന്ത് ചെയ്യാൻ പറ്റൂല, മൂവ് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ അത് എൻ്റെ കൈ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെയല്ല മടക്കാൻ പറ്റുള്ളൂ. ഇനി തിരിച്ച് ബാക്കിൽ താഴേക്ക് മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്, എല്ലാ ഡയറക്ഷനിലേക്കും ഇതാക്കാൻ പറ്റില്ല, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ, എനിക്ക് എന്താ ബാക്കിലേക്ക് മാത്രമേ മടക്കാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലേക്ക് മടക്കാൻ പറ്റില്ല. ഇനി നീ ആണെങ്കിലാ, അതായത് കാൽമുട്ടാണെങ്കിലാ, എനിക്ക് ബാക്കിലേക്ക് മടക്കാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലേക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, മൂവ്മെൻറ്റ് ഇൻ 1 ഡയറക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞ്. ഇനി നെയിം ദ ഡിസീസ് ദാറ്റ് കോസ് സിവിയർ പെയിൻ സ്വെല്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്, ഹൗ ഇറ്റ് ഈസ് കോൾഡ്. അതായത് ജോയിൻറ്റുകളിൽ ഭയങ്കര വീർപ്പുണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, ഭയങ്കര വേദന ഉണ്ടാവും. അതിൻ്റെ ആ അസുഖത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് റിയുമാറ്റിക് ആർത്രൈറ്റിസ്. വാദം എന്ന് പറയും. ഓക്കെ, ഈ അസുഖത്തിന് മലയാളത്തിൽ വാദം എന്ന് പറയാം, ഇംഗ്ലീഷിൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയാം. ഇതുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജോയിൻസിൽ ഫ്രിക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 പേരാണ്. ഒന്ന് കാർട്ടിലേജ്, ആ ജോയിൻറ്റിൻ്റെ ബോൺസിൻ്റെ അറ്റത്തുള്ള സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കാലിൻ്റെ അടിയിൽ ഏറ്റവും ഇതുണ്ടാവില്ല, ഒരു മിനുസമുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാർട്ടിലേജ്. കാർട്ടിലേജ് ഈ ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഒന്നില്ലെങ്കിൽ അത് നശിച്ചു പോവാം,
അല്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരാളാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇതൊക്കെ നശിച്ചു പോകുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുക. അപ്പോൾ എന്താണ്, ആരാ ഡിസ്ട്രോയ് ആയി പോയത്? ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ അസുഖത്തിൻ്റെ പേര് റെമറ്റിക് ആർത്രൈറ്റിസ്, വാദം എന്ന് പറയും. അതുണ്ടാവാൻ കാരണം എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. കാർട്ടിലേജും സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ നശിച്ചു പോകുമ്പോഴാണ് ഇതേപോലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര വേദന, മൂവ് ചെയ്യാനൊന്നും പറ്റൂല, ജോയിൻറ്റുകൾ അനക്കാൻ പറ്റൂല, അതുപോലെ തന്നെ സ്വെല്ലിങ് ഉണ്ടാവും, ആ ജോയിൻറ്റുകളിലൊക്കെ അവിടെയൊക്കെ വീർത്തിരിക്കും. ഓക്കെ അല്ലേ? നമ്മുടെ ബോഡിയിലെ ചില ആൻറ്റിബോഡീസ് ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, ഇതിൽ ബിയും സിയും നോക്കിയടാ. ബിയും സിയും ഓരോ വാൽവുകളാണ്. ബിയും സിയും എന്താടാ? വാൽവുകൾ. ബിയും സിയും വാൽവാണ്. എ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് വെസലാണ്. നോക്കാം, ഇതിൽ എ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളർ വെസലാണ് അല്ലേ, വയലറ്റ് കളർ വെസലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതാണ് പൾമൊണറി ആർട്ടറി, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൾമൊണറി ആർട്ടറി. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയാണുള്ളത്. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പൾമൊണറി ആർട്ടറി. അപ്പോൾ ആ കളർ കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു വയലറ്റ് കളറാണ്. അതിനർത്ഥം അതിന് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വന്നേക്കണം. എന്നാൽ തൊട്ടിപ്പുറമുള്ള ഇതിന് റെഡ് കളറാണ് വന്നേക്കണം അല്ലേ, അത് എന്താണ്? ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് വന്നേക്കുന്നതാണ്, അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡാണ് അതിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ എ കിട്ടി നമുക്ക്. പൾമൊണറി ആർട്ടറി, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ഒരു വെസലാണത്. അപ്പോൾ അത് പൾമൊണറി ആർട്ടറി. ഇനി ബിയും സിയും എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകസ്പിഡ് വാൾവ്. എന്ത് വാൾവാണ്? ബൈകസ്പിഡ് വാൽവ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, വാൽവിൻ്റെ പണി എന്താണെന്ന് നോക്കിക്കോട്ടെ. എപ്പോഴും ബ്ലഡ് പോകുന്നത് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ്. നമുക്കറിയാം ഹാർട്ടിന് 4 ചേമ്പേഴ്സാണ് ഉള്ളത്. മുകളിലുള്ള 2 ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയം, താഴെയുള്ള 2 ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ. അപ്പോൾ ബ്ലഡ് എപ്പോഴും പോകുന്നത് ഏട്രിയത്തിൽ നിന്ന്, മുകളിൽ നിന്ന് വെൻട്രിക്കിൾ, മുകളിലുള്ള ചേമ്പേഴ്സിൽ നിന്ന് താഴെയുള്ള ചേമ്പേഴ്സിലേക്കായിരിക്കും. അപ്പോൾ ഹാർട്ട് ചുരുങ്ങുമ്പോൾ തിരിച്ച് അത് താഴെ നിന്ന് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ബാക്ക്വേർഡ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വാൽവുകളുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വന്ന ബ്ലഡ് തിരിച്ച് അതേ അറയിലേക്ക്, അതേ ചേമ്പറിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്? വാൽവ്സ് ഉള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിൽ, റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളുടെ ഇടയിൽ, അതായത് സി, ഇതാണ് റൈറ്റ് ഏട്രിയം. മുകളിലെ ചേമ്പർ ഏട്രിയം, താഴെയുള്ള ചേമ്പർ വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ളതാണ് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ളതാണ് ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ളതാണ് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതിൻ്റെ ഇടയിലുള്ളതാണ് ബൈകസ്പിഡ് വാൾവ്. ഇനി റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ളതാണ് ട്രൈകസ്പിഡ് വാൾവ്. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്ലഡ് വെസൽ എയുടെ നമ്മൾ ഫംഗ്ഷൻ പഠിച്ച് പൾമോണറി ആർട്ടറിയാണ്. ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു, ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടി, ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്താണ് നെയിം ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്ന് ബ്ലഡിനെ എടുത്തിട്ട് ഓക്സിജൻ എടുത്തിട്ട് അത് ഹാർട്ടിലേക്ക് തിരിച്ചു വരണം കേട്ടോ. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ് പൾമോണറി ആർട്ടറി വഴി ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹാർട്ടിൽ നിന്ന് എങ്ങടാ പോയത്? ലങ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, പൾമോണറി ആർട്ടറി വഴി. ഇനി ആ ലങ്സിൽ പോയിട്ട് എന്തെടുക്കും? ഓക്സിജൻ എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരും, ഹാർട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ അത് ഏത് ചേമ്പറിലേക്കാണ് വന്നത്? ഏത് വെസൽ വഴിയാണ് വന്നത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. എന്തൊക്കെയാണ് ചോദിച്ചേക്കണം? ടു വിച്ച് ചേമ്പർ, ഏത് ചേമ്പറിലേക്ക് വരും? ഇനി ഏത്
വെസലാണ് അതിനെന്തിലേക്ക് കൊണ്ടുവന്നത്, നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കണം. പൾമോണറി ആർട്ടറി വഴിയാണ് ഇവിടെ പോയേക്കുന്നത്, ലങ്സിലേക്ക് പോയേക്കുന്നത്. അപ്പം ലങ്സിന് തിരിച്ച് ഹാർട്ടിലേക്ക് വന്നത് പൾമോണറി വെയിൻ വഴിയായിരിക്കും. പൾമോണറി വെയിൻ വഴി നേരെ ഈ ബ്ലഡ് വരാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. ലെഫ്റ്റ് ഏട്രിയം. ശ്രദ്ധിക്കുക, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്ന ബ്ലഡ് വെസലാണ് നമ്മുടെ പൾമോണറി ആർട്ടറി. ഇനി ലങ്സിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് വെസലാണ് പൾമോണറി വെയിൻ. ക്ലിയർ അല്ലേ? ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് ബ്ലഡ് നേരെ വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കായിരിക്കും. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിംഗ് വേർഡ്. ഓക്കെ, വേർഡ് നോക്കാം. ലെഗുമസ്, പ്രോട്ടീൻ. ലെഗുമസ് എന്ന് പറയുന്ന പയറുവർഗ്ഗങ്ങളിൽ ഉണ്ടാവുന്നത്, പ്രോട്ടീൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സിൽ എന്താണ് ഉണ്ടാവുക? ഫ്രൂട്ട്സിൽ ഏത് രീതിയിലാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ ഫോം ചെയ്ത് വെക്കാൻ പോകുന്നതാണ് ചോദിക്കണം. അപ്പോൾ അത് ഫ്രക്ടോസ്. ആൻസർ എന്താണ്? ഫ്രക്ടോസ്. ലെഗുമസിൽ പ്രോട്ടീൻ ആണെങ്കിൽ ഫ്രൂട്ട്സിൽ വരുന്നത് ഫ്രക്ടോസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഷുഗർ കെയിൻ ആയിരുന്നെങ്കിലോ? സൂക്രോസ്. അടുത്തതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ആൻസർ. ദ റെസ്പിറേറ്ററി സർഫേസ് ഓഫ് അമീബ. അമീബയിൽ ശ്വസനത്തിന് വേണ്ടി എന്താണുള്ളത്? നമുക്കുണ്ട് ലങ്സ് അല്ലേ? ഇപ്പോൾ ഫിഷിനൊക്കെ ചിലപ്പോൾ ഗിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അമീബക്ക് എന്താണുള്ളത്? അമീബ ഒരു സിംഗിൾ സെല്ലുള്ള ഒരു ഓർഗാനിസമാണ്. കുറേ ഓർഗൻസ് ഒന്നും അമീബക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിൻ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? സ്കിന്ന് തുവാമിനാണ്, ഗിൽസ് ഫിഷിനാണ്, ലങ്സ് നമുക്കൊക്കെയാണ്, മനുഷ്യർക്കാണ് സെൽ മെംബ്രെയിൻ അമീബക്ക്. റൈറ്റ് എക്സാമ്പിൾ ഓഫ് ആനിമൽ ഹാവ് ബോത്ത് ദ എൻഡോസ്കെൽറ്റൻ ആൻഡ് എക്സോസ്കെൽറ്റൻ. എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ എന്തുള്ളതാണ്? സ്കെലറ്റനുള്ള ജീവികളാണ് എൻഡോസ്കെൽറ്റൻ. അതായത് ഹ്യൂമൻസ്, ടൈഗർ, ക്യാറ്റ്, ആനിമൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്? എൻഡോസ്കെൽറ്റൻ. എക്സോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ പുറത്ത് സ്കെലറ്റൻ ഉള്ളതാണ്. അതായത് ബോഡിയുടെ പുറത്തായിരിക്കും. ക്രാബ് അവരുടെ എല്ല് പുറത്തല്ല വന്നേക്കണത്. ക്ലിയർ ആണ്? അപ്പോൾ അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സോസ്കെൽറ്റൻ. ഇവിടെ ചോദിച്ചേക്കണം എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും കൂടി രണ്ടും ഉള്ളതായിരിക്കാമെന്നാണ് ചോദിച്ചേക്കണം. അത് ഉള്ള ഭാഗമാണ് നമ്മുടെ ആമയില്ലടാ, ടേർട്ടോയ്സ്, ഇതിനൊക്കെയാണ് എന്ത് വരുന്നത്? എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും വരുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഓക്കെ.